PSG വേഴ്സസ് ലെൻസ് ട്രോഫി ഡേസ് ചാമ്പ്യൻഷിപ്പിന്റെ മത്സരം നടന്നിരുന്നു. മത്സരത്തിൽ PSG അട്ടിമറിച്ചുകൊണ്ട് ലെൻസ് 1-0 വിജയം നേടുകയും ട്രോഫി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. സീസണിലെ ആദ്യ ട്രോഫി തന്നെ ലെൻസ് സ്വന്തമാക്കി. പക്ഷെ ഈ മത്സരം എന്ന് പറയുമ്പോൾ ഇത്തിരി റഫ് മത്സരമായിരുന്നു. 39-ാം മിനിറ്റിൽ തന്നെ ലെൻസിന്റെ സൂപ്പർ താരം ആന്റോണിയോയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു. 39-ാം മിനിറ്റിലായിട്ട് നിങ്ങൾ ആലോചിക്കണം, ഫസ്റ്റ് ഹാഫിൽ റെഡ് കാർഡ് കിട്ടിയിരുന്നു. 1-0 ലെൻസ് വിജയിച്ച് കയറുന്നത്. അതിനുശേഷം ഇത്രയും സമയം ഒരു ഗോള് പോലും PSG കൊണ്ട് അടിപ്പിക്കാതെ ലെൻസ് കാത്തു സൂക്ഷിച്ചു. അവസാനം 89-ാം മിനിറ്റിലാണ് PSG റെഡ് കാർഡ് കിട്ടണത്. എന്നാലും ഒരു 50 മിനിറ്റ് 10 പേരെ വെച്ചാണ് ലെൻസ് കളിച്ചത് PSG PSG പോലൊരു വമ്പൻ താരനിലുള്ള ടീമിന് അവരൊപ്പം മുട്ടി പിടിച്ചിക്കാൻ പോലും, ഗോൾ അടിക്കാൻ പോലും പറ്റിയില്ല, പിടിച്ചിക്കാൻ പോലും പറ്റിയില്ല, അങ്ങനെ തന്നെ വേണം പറയാൻ. പക്ഷേ വിജയം നേടി ലെൻസ് താരങ്ങളൊക്കെ ഭയങ്കര ആഹ്ലാദത്തിൽ ട്രോഫി വാങ്ങാൻ, മെഡൽ വാങ്ങാനൊക്കെ പോകുന്നു. പക്ഷെ ആന്റോണിയോ ഇതെല്ലാം കണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുന്നു. കാരണം ആന്റോണിയോയ്ക്ക് റൈറ്റ് ഇല്ല ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനും, അതുപോലെ തന്നെ ട്രോഫി വാങ്ങാനും, അതുപോലെ മെഡൽ വാങ്ങാനും ഒന്നും അദ്ദേഹത്തിന് റൈറ്റ് ഇല്ല. ബിക്കോസ് അദ്ദേഹം റെഡ് കാർഡ് വാങ്ങിയിരിക്കുന്നു. റൂള് പ്രകാരം ഇപ്പോഴത്തെ റെഡ് കാർഡ് വാങ്ങിയ പ്ലെയറിന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. എല്ലാ ചടങ്ങുകളും ഒഫീഷ്യലി തീർന്നതിന് ശേഷം മാത്രമേ താരത്തിന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവരെ ആഘോഷത്തിൽ ഒന്നും താരത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒഫീഷ്യൽ ചടങ്ങും എല്ലാം കഴിഞ്ഞ് മാത്രമാണ് അദ്ദേഹത്തിന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനും ആന്റോണിയോയ്ക്ക് എന്താ പറയാ ഒന്ന് ടീം അംഗങ്ങളിലൊപ്പം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ, ട്രോഫി ഒന്ന് തൊടാനും അവസരം കിട്ടിയത്. എന്താണല്ലേ, ചില റൂൾസ് വളരെയധികം ചിലവർ വേദനിപ്പിക്കും. എന്നിരുന്നാലും റെഡ് കാർഡാണ്, അതിൽ ഞാൻ ന്യായീകരിക്കാനൊന്നുമില്ല. സോ ഇങ്ങനൊരു ഇൻസിഡന്റും കൂടിയും ആ മത്സരത്തിൽ ഉണ്ടായി എന്ന് നിങ്ങളെ അറിയിക്കുന്നു.